നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. മേയർ ആര്യ രാജേന്ദ്രൻ, മേയർ പടിയിറങ്ങിയാലും തീരാത്ത വിവാദം തന്നെയാണ് ഇപ്പോഴും. നമുക്കറിയാം, യദു കൃഷ്ണയായിട്ട് ബന്ധപ്പെട്ട, അതായത് ബസ് ഡ്രൈവറുമായിട്ട് ബന്ധപ്പെട്ട സംഭവമൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അവസാനം നമ്മൾ കണ്ടതാണ് മേയർ ആര്യയും ഭർത്താവിനെയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു അന്വേഷണം. പക്ഷെ ഇപ്പോൾ വീണ്ടും യദു വിടാതെ തന്നെ പിന്തുടരുന്നു. യദു വീണ്ടും ഹർജി കൊടുത്തു. പക്ഷേ ഇപ്പോൾ കോടതി ആര്യയ്ക്കും ഭർത്താവിനുമെതിരെ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ശരിക്കും ഒരു വല്ലാത്ത പോരാട്ടമാണ് യദുവിൻ്റേത്. തീർച്ചയായിട്ടും. കാര്യം KSRTC ഡ്രൈവർ ആയിരുന്ന യദു, കാര്യം ആ പാവപ്പെട്ടവൻ, അങ്ങനെ തന്നെ പറയണം, പാവപ്പെട്ടവനെന്ന് തന്നെ പറയണം. പ്രായമായൊരു അമ്മ, പിന്നെ ഒരു മകൻ. അപ്പോൾ ഇവർ രണ്ടുപേരെയും പോറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു കഷ്ടപ്പാടിലായിരുന്നു യദു. അതെ. യദു എന്താ ചെയ്തേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോഴും അവ്യക്തമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് അവർക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അത് യദു പറയുന്നു ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു, ആര്യ പറയുന്നു എന്തോ ചെയ്തു എന്ന് പറയും, ലൈംഗിക ആംഗ്യം കാണിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു കുറ്റം ചെയ്തെങ്കിൽ ശിക്ഷ എന്ത് ചെയ്യുക, അനുഭവിക്കുക. പക്ഷേ അത് തെളിയിക്കപ്പെടുക പോലും ചെയ്യാതെ കുറ്റം ചെയ്ത മറ്റ് ചിലർ രക്ഷപ്പെടുകയും ഒരാളെ മാത്രം ബലിയാടാക്കുകയും ചെയ്യുന്ന ഒരു നടപടിയാണ് ഇതിലുണ്ടായിരിക്കുന്നത്. 2024 ഏപ്രിൽ 27 ഈ സംഭവം ഉണ്ടായത്. രാത്രി ഏകദേശം ഒരു 10 മണി. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര വഴക്കായതിനു ശേഷം നേരെ സ്റ്റേഷനിലേക്ക് ബസ് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ട് വിഷയമായി പാളയത്തു നിന്ന് എന്ത് ചെയ്തു, സാബല്യം കോംപ്ലക്സിനടുത്ത് വെച്ചായിരുന്നു ഈ വിഷയം ഉണ്ടായത്. അത് കഴിഞ്ഞ് നേരെ കൊണ്ടുപോയി ബസ് ഒതുക്കിയിട്ട് യദുവിനെ ക്രോസ് വിസ്താരം നടന്ന പരിപാടിയായിരുന്നു. യദുവിനെ സംബന്ധിച്ച് ഇത് മേയറാണോ, മേയറുടെ ഭർത്താവ് MLA ആണോ എന്ന കാര്യമൊന്നും യദുവിനെ അറിയത്തില്ല. ഇതൊരു സാധാരണ ഡ്രൈവറാണ്. ലോങ് ഓട്ടോ ഓടി തിരിച്ച് സ്റ്റാൻഡിൽ ബസ് കൊണ്ടിടാനുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ KSRTC സംബന്ധിച്ച് ഗണേഷ് കുമാർ തന്നെ മുന്നോട്ട് വെച്ചിട്ടിരിക്കുന്ന ഒരു വാദമുണ്ട്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യുക, ട്രിപ്പ് പൂർത്തിയാക്കി എത്തിക്കുക. അപ്പോൾ അങ്ങനെ ട്രിപ്പ് പൂർത്തിയാക്കി എത്തിക്കാൻ വേണ്ടി കേവലം 600 രൂപയാണ് ഒരു ദിവസം ശമ്പളം. ഈ 600 രൂപയ്ക്കാണ് 10 മണിക്കൂറിലധികം വണ്ടി ഓടിച്ച്, ബസ് ഓടിച്ച്, ഈ നിരത്തിലൂടെ വാഹനം ഓടിച്ച് അവർ തിരിച്ചെത്തി ഉപജീവനമാർഗം കണ്ടെത്തുന്നത്. അങ്ങനെ ഒരു വ്യക്തിയുടെ കഞ്ഞൂടി മുട്ടിക്കുകയാണ് ആര്യ ചെയ്തത്. എന്തായിരുന്നാലും രക്ഷപ്പെടാമെന്ന് വിചാരിച്ചതാണ്. നമ്മുടെ ഈ തിരഞ്ഞെടുപ്പിലൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടായിരുന്നു. അതായത് മേയറുടെ ദാർഷ്ട്യത്തിനുള്ളൊരു മറുപടിയാണ് ഈ തിരഞ്ഞെടുപ്പിൽ കിട്ടിയത്. 40 വർഷം BJP ശ്രമിച്ചിട്ട് നടക്കാത്തത് 5 വർഷം കൊണ്ട് ആര്യ രാജേന്ദ്രൻ വിചാരിച്ചപ്പോൾ സംഭവിച്ചു. ഇതാണ് ശരിക്കും ഇത്തവണ തിരഞ്ഞെടുപ്പിലും എല്ലാവരും എടുത്തു പറഞ്ഞൊരു കാര്യം. അതുകൊണ്ടാണല്ലോ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും ആര്യ ഇറക്കാത്തത്. അതവിടെ നിൽക്കട്ടെ. എന്തായിരുന്നാലും പ്രവർത്തന മണ്ഡലം തിരുവനന്തപുരത്ത് നിന്ന് മാറ്റി കോഴിക്കോടേക്ക് ആക്കിയത് കാര്യമായി. അതാകുമ്പം ഇനി ബാലുശ്ശേരിയിൽ സച്ചിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അപ്പോൾ നിലവിൽ ആര്യയുടെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഡ്രൈവർ ഇത് എന്ത് ചെയ്തു, മോശമായി ഒരു ആംഗ്യം കാണിച്ചു, അതിനുള്ള നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഓക്കെ, അതിനുവേണ്ടി ആ പാവപ്പെട്ടവൻ്റെ ജോലി കളയേണ്ട ആവശ്യമുണ്ടോ? ഒന്നാമത്തെ കാര്യം. ആ കുടുംബത്തെ പട്ടിണിക്കിടേണ്ട ആവശ്യമുണ്ടോ? ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, മേയറും അതുപോലെ തന്നെ MLA നടത്തിയൊരു നടപടിയാണ്. ഒരു സർക്കാർ ബസ് തടയാൻ ആർക്കും ഉത്തരവാദിത്വമില്ല. അതിപ്പോൾ എന്ത് വലിയ ജനപ്രതിനിധിയാന്ന് പറഞ്ഞാലും സർക്കാർ സർവീസിലിരിക്കുന്ന ഒരു സർക്കാർ ജീവനക്കാരനെ കൈയേറ്റം ചെയ്യാനോ ബസ് തടയാനോ ഒന്നും തന്നെ എന്തില്ല, വകുപ്പില്ല. അപ്പോൾ അതിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഇനി തുടക്കത്തിൽ ആര്യ പരാതി കൊടുത്തു, പോലീസ് എന്ത് ചെയ്തു, അത് സ്വീകരിച്ചു, മേയർ ആയതുകൊണ്ട് മാത്രം. തിരിച്ച് ഏതൊരു പരാതി കൊടുത്തു, തനിക്കെതിരെ കയ്യേറ്റ ശ്രമം ഉണ്ടായി, തന്നെ അസഭ്യം വിളിച്ചു, ചീത്ത വിളിച്ചു, ബസ്സിനകത്ത് കയറി ഭീഷണിപ്പെടുത്തി. യാത്രക്കാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യദുവിന് കള്ളം പറയാൻ സാധിക്കില്ലല്ലോ, യാത്രക്കാരെല്ലാം ഇത് കാണുകയാണല്ലോ. ഇത് കണ്ടു എന്ന് പറയുന്നത് വേറെ ആരുമില്ല. ആര്യയുണ്ട്, ആര്യയുടെ ഭർത്താവുണ്ട്, സച്ചിൻ ദേവ് ഉണ്ട്, ആര്യയുടെ സഹോദരൻ അരവിന്ദുണ്ട്, സഹോദരൻ്റെ ഭാര്യ. ഇവർ മാത്രമേ ആ കാറിലുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ പല കോൺസ്പിറസി എന്ന് പറഞ്ഞ കാര്യമാണ്. ചെറിയൊരു വാഗണാർ കാറിൽ എങ്ങനെയാണ് ഒരു ഇത്രയും ഹൈറ്റ് ഇരിക്കുന്ന KSRTC ഡ്രൈവർ കാണിക്കുന്ന ആ ഇരുട്ടത്ത് കാണുന്നത്, അങ്ങനെയൊക്കെയുള്ള പലവിധ വിഷയങ്ങൾ അതവിടെ നിൽക്കുന്നു. അതൊക്കെ പോട്ടെ, അതിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ആ കുടുംബത്തെ ദ്രോഹിച്ചത്, ആ ചെറുപ്പക്കാരനെ ദ്രോഹിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഇത്രയും നാളായിട്ട് പ്രത്യേകിച്ചും ഒരു ജനപ്രതിനിധിയായിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനല്ല നോക്കേണ്ടത്, പരമാവധി പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നോക്കേണ്ടത്. ഈ ചെറിയ പ്രായത്തിൽ അർഹിക്കാത്തൊരു സ്ഥാനത്തേക്ക് കിട്ടിയതിൻ്റെ ഒരു അഹങ്കാരവും ധാർഷ്ട്യവും അഹംഭാവവും ഇതൊക്കെ തന്നെയാണ് നമ്മൾ പല സംഭവങ്ങളിലും കണ്ടത്. മേയറുടെ ആ ഒരു ധിക്കാരപരമായിട്ടുള്ള സമീപനം പല വാർത്താ സമ്മേളനങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ശബ്ദത്തിലുണ്ടാകുന്ന പരിക്കൻ ടോൺ, സൗണ്ട് വ്യത്യാസം, ഇതൊക്കെ തന്നെ.
അപ്പോൾ എന്തായിരുന്നാലും കുറച്ചുകൂടി പക്വതയോടുകൂടി പെരുമാറേണ്ടതാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രായത്തിൻ്റെതായ പക്വത മാത്രമേ ആര്യയ്ക്ക് കാണിക്കാൻ സാധിക്കൂ, അത് യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാൽ പോലും ആ ചെറുപ്പക്കാരൻ്റെ കുടുംബം നശിപ്പിക്കരുതായിരുന്നു. ഇപ്പോൾ എന്തായിരുന്നാലും കോടതി ശക്തമായി തന്നെ അത് ഇടപെട്ടിട്ടുണ്ട്. ആര്യയ്ക്ക് കൂടുതൽ കുരുക്ക് മുറുകുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. ആര്യ മാത്രമല്ല, ആര്യയുടെ സഹോദരനും അതുപോലെ തന്നെ ബാലുശ്ശേരി MLA അത് പ്രതിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതു ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആര്യയുടെ മേയർ ആര്യ കാര്യം പറയുന്നു മുടവൻമുകൾ വാർഡിൽ നിന്നാണ് മത്സരിച്ച് ജയിച്ചത്. മുടവൻമുകൾക്കാർക്ക് ഒരു തലവേദന തന്നെയാണ്. ഒരു പക്ഷേ അതിന് മുന്നേ CPMൻ്റെ ഒരു കോട്ട തന്നെയായിരുന്നു ആ ഒരു സ്ഥലം. അതിന് മുന്നേ നിന്ന ഗോപകുമാർ അടക്കമുള്ള ചില സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. വളരെ ജനങ്ങളോട് വലിയ രീതിയിൽ ഇടപെടുകയും അതുകൊണ്ട് തന്നെയാണ് ആര്യ ജയിച്ചത്. ഇപ്പോൾ വീണ്ടും CPM തന്നെയാണ് അവിടെ ജയിച്ചത്. അത് ആ വ്യക്തിയെ കണ്ടുകൊണ്ടാണ് ആൾക്കാർ വോട്ട് ചെയ്തത്. ആര്യ ഒരു പക്ഷേ ഒന്നും ജയിച്ചിരുന്നെങ്കിൽ ആര്യയുടെ വീട്ടിൽ ചിലപ്പോൾ അമ്മയുടെയോ മറ്റാരുടെയെങ്കിലൊക്കെ ഒരു വോട്ടങ്ങാണം കിട്ടുമായിരിക്കും. അല്ലാതെ ആരും തന്നെ കൊടുക്കില്ല എന്നുള്ളതാണ് അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നത്. കാരണം ചെല്ലുമ്പം തന്നെ വീടിനകത്തോട്ട് ചെല്ലുമ്പം തന്നെ ഏത് സാധാരണക്കാർ ചിലപ്പോൾ ഒരു ആധാർ കാർഡ് പുതുക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന കൗൺസിലറുടെ ഒരു ഒപ്പിനോ ഒക്കെയാണല്ലോ ചെല്ലുന്നത്. ഒരു എന്താ പറയുന്നതിൽ യാചകരോട് കാണിക്കുന്ന ഒരു ഇതുപോലും അവിടുത്തെ പ്രദേശവാസികളോട് കാണിക്കില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള അവിടുത്തെ ഒരു സംസാരം. എന്നാൽ പോട്ട് മേയറിനെ അവിടെ ചെന്ന് കോർപ്പറേഷനിൽ ചെന്ന് കാണാമെന്ന് വെച്ചാൽ കിട്ടത്തില്ല. കാരണം കളക്ടറേക്കാളും വളരെ ബിസിയാണ്, കണ്ട ഭാവം പോലും നടിക്കില്ല എന്നുള്ളത്. ഇത് നിരവധി പരാതികൾ ഒരു പക്ഷേ മുടവൻമുകൾക്കാർ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്. ഒപ്പം ഈ കൗൺസിലേഴ്സ് പറയുന്ന ഒരു പരാതിയുണ്ട്, ആര്യയെ കിട്ടുന്നില്ല എന്നുള്ള. ഇപ്പോൾ ഒരു അമ്മയായി കല്യാണം കഴിച്ചു അമ്മയായി ഒരു പക്ഷേ മെറ്റേണിറ്റി ലീവൊക്കെ സ്വാഭാവികമായിട്ട് കിട്ടും, കുഞ്ഞുമായിട്ടൊക്കെ വന്നിരുന്ന് ജോലി ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറം അതൊക്കെ കഴിഞ്ഞതിന് ശേഷവും അപ്പോഴും അതിന് മുന്നേ ശേഷം ഒക്കെ ആര്യയുടെ ഈ ഒരു ധാർഷ്ട്യം, എന്നെ വന്ന് കാണണമെങ്കിൽ കുറച്ച് അവിടെ വെയിറ്റ് കുറച്ച് കഴിയട്ടെ എന്നൊക്കെയുള്ളൊരു ധാർഷ്ട്യമാണ് ആര്യയെ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ശത്രുക്കളുണ്ടാക്കിയത്. നമുക്കറിയാം BJP കൗൺസിലേഴ്സൊക്കെ നിരന്തരമാണ് അവരുടെ ഈ ഒരു മീറ്റിങ്ങിലും ഫംഗ്ഷനിലൊക്കെ ആര്യയെ വിമർശിക്കുകയൊക്കെ ചെയ്യുന്നത്. ആര്യയുടെ അപ്പോഴത്തെ ഒരു ശരീരഭാഷ തന്നെ ഭയങ്കര ഒരു പുച്ഛഭാവമാണ്. നീയൊക്കെ കിടന്ന് ചിലയ്ക്ക്, നീയൊക്കെ ഒരിയിട്, എനിക്കിവിടെ എന്താ, ഞാൻ പട്ടിയുടെ വില പോലും താന്ന്, ഈ ഒരു ശരീരഭാഷ പുച്ഛത്തോടുള്ള ചിരി. എപ്പോഴും ആര്യയ്ക്ക് ഒരു വല്ലാത്ത പുച്ഛഭാവത്തിലൊരു ചിരിയുണ്ട്. അത് ഏത് വിഷയം സംസാരിച്ചാലും ഏത് കാര്യത്തോട് ഇടപെട്ടാലും ഇത് ജനത്തിന് കുറച്ചുകൂടി ഒരു ദേഷ്യമാണ്. ആര്യ ഇറക്കാത്തതിൻ്റെ കാര്യം CPM അന്നൊക്കെ താങ്ങി പിടിച്ചിരുന്നു. CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയല്ല, ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്ന പാർട്ടിയല്ല, പിണറായി വിജയനിൽ ഒതുങ്ങുന്ന പാർട്ടിയല്ല. അതിൻ്റെ പിന്നിൽ കുറേ ആൾക്കാരുണ്ട് അതിനോട് ചേർന്നിരിക്കുന്നത്. അപ്പോൾ അത് ഏത് പാർട്ടിക്കാരാണെങ്കിലും തങ്ങൾ ഒരു കാര്യം ഏൽപ്പിച്ച വ്യക്തി എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വിലയിരുത്തും. അപ്പോഴൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ CPM താങ്ങും. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് കഴിഞ്ഞാൽ ഇവർ താങ്ങത്തില്ല. അതിനുശേഷം അവരുടെ കാലാവധി കഴിഞ്ഞാൽ അതിനുള്ളൊരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ അടുത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ഈ 5 വർഷത്തിനിടയിൽ ഒരുപാട് വിവാദങ്ങളുണ്ടായി. ആറ്റുകാൽ പൊങ്കാല മുതൽ ഏറ്റവും ഒടുവിലുണ്ടായ സംഭവങ്ങൾ വരെ യദുവിൽ വരെ വന്നേക്കും. എന്തിനാ വൈഷ്ണവയുമായി ബന്ധപ്പെട്ട വിഷയം. അപ്പോൾ നിലവിൽ അനാവശ്യമായി പല വിവാദങ്ങളിലും ചെന്ന് ചാടുന്നു. സാധാരണ SFI ആണ് ആ ഒരു പരിപാടി ചെയ്യാറുള്ളത്. കാരണം കുറച്ച് പക്വതയോടുകൂടി CPM ഒരു പരിധിവരെ പറഞ്ഞാൽ DYFIയും കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിൽ അനാവശ്യമായ ഇടപെടൽ നടത്തി പാർട്ടിക്ക് തലവേദന എപ്പോഴും SFI ആണ്. അനാവശ്യമായി പോയി ഗവർണറെ തടയുക, കൂടുതൽ അടിമേടിക്കുക, PM ശ്രീയിൽ ചുമ്മാ സർക്കാർ നിലപാട് തിരിച്ചറിയാതെ സമരം ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളിൽ ചെന്ന് ചേർന്ന SFI ആണ് പൊതുവെ. അപ്പോൾ ഒരു SFIക്കാരി എന്ന നിലപാട് തന്നെയാണ്, SFIക്കാരിയായി തന്നെയാണ് ആര്യ എന്ത് ചെയ്തിട്ടുള്ളത്, മേയർ സ്ഥാനത്തിരുന്നും പ്രവർത്തിച്ചത്. അപ്പോൾ അവിടെ മിനിമം ഒരു ഡിവൈഎഫ്ഐക്കാരുടെ ഒരു സാമാന്യ ബുദ്ധിയെങ്കിലും അവിടെ പ്രയോഗിക്കേണ്ടതായിരുന്നു. അതാണ് ആര്യയെക്കുറിച്ച് പ്രധാനമായിട്ടും CPMനിടെ തന്നെ ഉയർന്ന വിമർശനം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിധി വന്ന സമയത്ത് എല്ലാവരും ആര്യയെ കുറ്റപ്പെടുത്തി, BJPക്കാരൊക്കെ തന്നെ ആര്യയെ സ്തുതിച്ചു, ആര്യയ്ക്ക് നന്ദി പറഞ്ഞു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ശിവൻകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, മന്ത്രി ശിവൻകുട്ടി, അദ്ദേഹമാണ് ആര്യയുടെ ഗോഡ് ഫാദർ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്നെക്കാൾ മികച്ച മേയറായിരുന്നു ആര്യ. കാര്യം അത് ശരിയാണ്, എല്ലാവരും അത് ശരി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കമൻറ്റുകൾ താഴെ വായിച്ചു നോക്കിയാൽ വളരെ രസകരമായിരിക്കും. ശരിയാണ്, കൗൺസിലർമാർ വന്നപ്പോൾ ബെഞ്ചിൻ്റെ മുകളിൽ കയറി നിന്നില്ലല്ലോ, മുണ്ട് മടക്കി കുത്തിയില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടും മികച്ച മേയർ ആര്യ തന്നെയാണ്. അത്തരത്തിലുള്ള പരിഹാസങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആര്യയെ സംബന്ധിച്ച് കുറച്ചുകൂടി ഒരു പക്വത പാലിക്കണമായിരുന്നു. ഇനി CPMനെ സംബന്ധിച്ച് ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരം, അന്നൊരു പേര് കിട്ടാൻ വേണ്ടി, ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പേര് കിട്ടാൻ വേണ്ടി ചെയ്ത ഒരു മണ്ടത്തരമാണ് അവരെ. ഇന്ന് ആര്യയുടെ ഒരു വെൽവിഷർ അല്ലെങ്കിൽ ആര്യ എപ്പോഴും നോക്കിക്കാണുന്ന ഒരു
ഗോഡ് ഫാദർ ശിവൻകുട്ടി ആയിരിക്കത്തില്ല, പിണറായി വിജയനായിരിക്കും. പിണറായി വിജയനെ നോക്കി കണ്ടായിരിക്കും. കാരണം കടക്ക് പുറത്തുനിന്നുള്ള ഒരു നിലപാടുണ്ടല്ലോ, ആരെ കണ്ടാലും ഇങ്ങനെ ഇരിക്കുന്ന. അതൊക്കെ കാലം കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ശരിക്കും ഈ താത്വിക അവലോകനമൊക്കെ നടത്തി ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. പക്ഷേ ഇന്ന് ഞാൻ കേട്ട ഒരു വാർത്തയുണ്ട്, ഒരു ചില സൂചനകളാണ്. ഒരു വനിതാ മുഖ്യമന്ത്രിയിലേക്ക് അവർ തിരിയുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നു. കാരണം അതുമാത്രമല്ല, പിണറായി വിജയൻ്റെ നിലവിലുള്ള ശാരീരിക ഭാഷയൊന്ന് മാറ്റി മുഖ്യമന്ത്രി ആവണമെങ്കിൽ 26-ൽ LDF ജയിക്കണം. അല്ല, അതിനെ മുൻനിർത്തിക്കൊണ്ട് വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു പോരാട്ടം നടത്താൻ വേണ്ടിയിരിക്കണം. അപ്പോൾ ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മുന്നിൽ വരുന്ന ശൈലജ ടീച്ചറിനെ ആയിരിക്കും. ശൈലജ ടീച്ചറിനെ പിണറായിയെ ഒരേപോലെ നിർത്തിക്കൊണ്ട്, കാരണം ഇതിന് മുന്നേ ഗൗരിയമ്മയുടെ ഒരു കാലത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്തരത്തിൽ ഗൗരിയമ്മ മുഖ്യമന്ത്രി ആവും എന്ന് പറഞ്ഞന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി. പക്ഷേ EMSനെയാണ് മുഖ്യമന്ത്രിയായിട്ട് അന്ന് തെരഞ്ഞെടുത്തത്. ഗൗരിയമ്മ EK നയനാറിനെയാണ്. അപ്പോൾ ഗൗരിയമ്മ അന്ന് മന്ത്രിയായിട്ട് മാറുകയും ചെയ്തു. അപ്പം ശരിക്കും CPM ഇങ്ങനെ കാണിച്ചു കൊതിപ്പിക്കും, എന്നിട്ട് കാര്യത്തോടെ അടുക്കുമ്പോൾ കാര്യം. കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മുദ്രാവാക്യമായിരുന്നു അത്. അതെ അതെ, ഭരിച്ചിടും എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അന്ന് നമ്മൾ വിചാരിച്ചു. കാരണം 2016 VS മുൻനിർത്തിയായിരുന്നു തെരഞ്ഞെടുപ്പ്. എല്ലാവരും പ്രതീക്ഷിച്ചു VS മുഖ്യമന്ത്രിയാകും. വോട്ട് കിട്ടി, നല്ല ഭൂരിപക്ഷത്തിൽ എന്ത് ചെയ്തു, ഇടതുപക്ഷം ജയിച്ചു. മുഖ്യമന്ത്രിയായ ആര് വന്നു? പിണറായി വിജയൻ വന്നു. പിന്നീട് അങ്ങോട്ട് അപ്രമാദിത്വം. ഇതിപ്പം ഇനിയിപ്പോൾ ഒരു സ്ത്രീപക്ഷം, കാരണം ഇപ്പോൾ ഒരു സ്ത്രീപക്ഷമാണല്ലോ മൊത്തത്തിൽ കേരളത്തിൻ്റെ ഒരു പൊതുവേ ഉള്ളൊരു വികാരം എടുത്തു കഴിഞ്ഞാൽ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, പല ആക്രമണങ്ങളുമായിട്ടും പല പീഡനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു സ്ത്രീപക്ഷ നിലപാടിലാണ് നിൽക്കുന്നത്. മാത്രമല്ല ക്ഷേമ പെൻഷനൊന്നും അങ്ങോട്ട് ഏശിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ആകെപ്പാടെയുള്ള ഒരു ഇതെന്ന് വെച്ചാൽ സ്ത്രീപക്ഷത്തെ പിടിച്ചുകൊണ്ട് ഒരു സ്ത്രീ മുഖ്യമന്ത്രി എന്ന് എനിക്ക് തോന്നുന്നു ശൈലജ ടീച്ചറിനെ മുൻനിർത്തിക്കൊണ്ടായിരിക്കാം ആ ഒരു തെരഞ്ഞെടുപ്പ്. എന്നിട്ട് പാവം പിടിച്ചതിനെ ഏതെങ്കിലും ഒരു ചെറിയ കസേരയിൽ പിടിച്ചിരുത്തിയിട്ട് ഭരിക്കുമായിരിക്കാം. അതൊക്കെയാണ് ഒരു പക്ഷേ. അത് മാത്രമല്ല, ഈ പൊതുവേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഈ ഒരു ശാരീരിക ഭാഷയൊന്ന് മാറ്റി കുറച്ചുകൂടി ജനങ്ങളിലേക്ക് ഇറങ്ങണമെന്നുള്ളത്. ഞാൻ ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് ആ കസേര ഒന്ന് പിടിവിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിയാൽ ജയിച്ചേനെയായിരുന്നു എന്നുള്ളത്. ഒരു പക്ഷേ ബുദ്ധി ഉദിച്ചതായിരിക്കാം. അതുപോലെ തന്നെയാണ് ഈ ആര്യയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പോഴാണ് ആ പിണറായി വിജയൻ്റെ അതേ ഒരു സ്വഭാവം. ആരെയും കൂസലില്ല, ആരെയും ഇതില്ല, ഞാൻ എൻ്റെ വഴിയിൽ തന്നെ പോകും, തോന്നും പടി പോകുമെന്നുള്ളൊരു ധാർഷ്ട്യം തന്നെയാണ് ആര്യയെ ഈ ഒരു പതനത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. ഇനി ആര്യ എത്രമാത്രം കയറി വരുമെന്നുള്ള, എത്രമാത്രം ജനം ഏറ്റെടുക്കും എന്നുള്ള അറിയില്ല. കാരണം ഇപ്പം തന്നെ നമ്മൾ രാഹുൽ മങ്കൂട്ടത്തിനെയും ഷാഫിയൊക്കെ എന്തിനാണ് ആൾക്കാർ ഇത്രയും, കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെയാണ് ജനത്തിന് ഇഷ്ടം. പഴയ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ആര്യയ്ക്ക് ഇപ്പോൾ വല്ലാത്തൊരു കുറുക്കാണ് മുറുകുന്നത്. അല്ല, യദുവിന് ഇതിനൊരു കയ്യടി കൊടുക്കണം. കാരണം വിട്ടുവീഴ്ചയില്ലാത്ത ഒരു പോരാട്ടമാണ് യദുവിൻ്റെ. അത് ഈ പറഞ്ഞതുപോലെ യദു പോരാടുക തന്നെ. നമുക്ക് മലയാളി വാർത്തയ്ക്കൊക്കെ സ്ഥിരം ഈ പറഞ്ഞതൊരു ബൈറ്റൊക്കെ തരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ടൊക്കെ നമ്മൾ അടുത്ത് നിൽക്കുന്നത് നമുക്ക് അടുത്തറിയാവുന്നതാണ്. ഒരുപാട് വേദനകളുണ്ട്. കാരണം വലിയ ഈ പറയുന്ന വലിയ സാമ്പത്തിക ഭദ്രതയൊന്നുള്ള ഒരു വ്യക്തിയല്ല. അപ്പം അതിലും നിന്നുകൊണ്ട് ഈ പോരാടുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ആര്യയ്ക്കൊരു കുരുക്കായി തന്നെ മാറും.